നിധിക്കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട ദിവസമാണ്. അപ്പം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ 1:15 ആകുമ്പോഴത്തേക്ക് എത്താനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടോ, കാരണം നമുക്ക് വേറെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തച്ചി ഓട്ടോയൊക്കെ വിളിച്ച് വന്നു. ഞങ്ങളതിൽ കയറി ഉടുമ്പന്നൂരെത്തി. അവിടെ നിന്ന് ബസ് കയറി നമ്മളിതേ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പർച്ചേസിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവൾ തുടങ്ങിയിട്ടുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കും. ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. അങ്ങനെ മെയിനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നിധിമോൾക്ക് ഒരു പട്ടുപാവാട തയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാലൻസ് തുണി കൊണ്ടിട്ട് അവൾക്ക് അതിൻ്റെ ഒരു സ്കേർട്ടും പിന്നെ ടോപ്പിനുള്ളൊരു തുണിയും കൂടി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത്തത്തായും അതുപോലെ തന്നെ ബെൻസിത്തായും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തത്തായാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവളുടെ ആ ഒരു ടോപ്പിനുള്ള തുണിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഇതേ ലാസ്റ്റായിട്ട് ഇത്തത്തെ അവൾക്ക് അളവെടുക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അളവും കാര്യങ്ങളെല്ലാം എടുത്ത് തുണിയൊക്കെ ഇത്തതയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടുത്തെ പുതിയ രജിസ്ട്രേഷൻ കാർഡൊക്കെ കിട്ടിയിട്ടോ അവൾക്ക്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി.